പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഇപ്പൂവിളി പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. ആനിക്കോട് വനിതാ സത്സംഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ പരിശീലിച്ചിട്ടുള്ള കുറച്ച് പാട്ടുകൾ, ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ, ഇന്നത്തെ ഓണവും അംഗങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്തുള്ള ഓണാഘോഷവും തമ്മിലുള്ള അന്തരങ്ങളും അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് എങ്ങനെയെല്ലാം അവരെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇപ്പോഴുള്ള ഓണാഘോഷങ്ങൾ എന്നിവയെപ്പറ്റി എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും ഉള്ളൊരു വേദി ഒരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പൂക്കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം. നമ്മളിതപ്പോൾ ഈ കൂടിയിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മളുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ഓണം എന്നതിനെ കുറിച്ചൊരു ചർച്ച ആണ് ഇവിടെ തീരുമാനിച്ചത്. അപ്പോൾ ആ ചർച്ച എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ ഓണം എന്ന് പറയുമ്പോൾ വളരെ വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ പൂ പറിക്കാൻ പോയിട്ടും കുട്ടികളൊക്കെ എന്താ പറയും പൂവിളി പാടിയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ കുട്ടിക്കാലത്ത്. പൂവ് നമ്മൾക്ക് അന്ന് ഇതുപോലെ വാങ്ങാനല്ല, നമ്മളന്ന് പറിച്ചോണ്ട് വന്നിട്ടാണ് നമ്മളൊക്കെ പൂവിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാമായണ മാസാചരണമൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ ചിങ്ങമാസം 1-ാം തീയതി തുടങ്ങി ഓണത്തിൻ്റെ കാര്യങ്ങൾക്കായി ഒരു കൂട്ടങ്ങൾ തുടങ്ങും. ചിങ്ങമാസം ആകുമ്പോഴേക്ക് പാടത്ത് പഞ്ചകളെല്ലാം പാകാവും. പാടത്ത് പഞ്ച പാകാവുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിന് പിന്നീടുള്ള കാര്യങ്ങൾ പുത്തരി, പുത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ വീടുകളിൽ നിറയും പുത്തിരിയും ചെയ്യും. അതോടൊപ്പം ക്ഷേത്രങ്ങളിലും ഉണ്ട്. ക്ഷേത്രങ്ങളിൽ നിറയും പുത്തിരിയും നടത്തി അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരും, വീടുകളിലും ചെയ്യാറുണ്ട്. കർക്കിടക മാസം ഒക്കെ ആവുമ്പോൾ തന്നെ ചെണ്ടുമല്ലി വിത്ത് അവിടെ കിട്ടുക എന്ന് തിരയും. എന്നിട്ട് ചെണ്ടുമല്ലി നമ്മൾ തന്നെ ചെമ്പരത്തിയുടെ കൊമ്പ് വെച്ച് പിടിപ്പിക്കും. അങ്ങനെ എല്ലാം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ പൂക്കളും ഓണത്തിന് പൂവിടണ്ടേ, അപ്പോഴേക്കും കർക്കിടക മാസത്തിൽ ആ മഴക്കാലത്ത് തന്നെ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കാനൊരു ഉത്സാഹമൊക്കെ ആയിരുന്നു. എൻ്റെ കുട്ടിക്കാലം പറയുമ്പോൾ ഓണത്തിന് പറയുമ്പോൾ വലിയൊരു ഉത്സാഹമായിരുന്നു. ഇപ്പോൾ ഓണം പറയുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ പൂവിട്ട് അടുക്കളയിൽ പോയി നമ്മൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വന്ന് വേണം പൂവിടാൻ. അവർക്ക് എന്താണോ പൂവ് ഇട്ടോ എന്നാണ് ചോദിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല, പണ്ട് നമ്മളും അമ്മയും എല്ലാവരും കൂടി വന്ന് പൂവിടും. എൻ്റെ മുത്തിയുള്ള കാലത്ത് നമ്മുടെ തോണിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ മുത്തി അമ്മയുള്ള സമയത്ത് മാവേലിക്കുള്ള മണ്ണ് കൊണ്ടുവന്ന് 2 ദിവസം ഉത്രാടത്തു നിന്നും തിരുവോണത്തു നിന്നും മാവേലി വയ്ക്കും. അതിന് ചുറ്റും 3 കുട്ടികളെ വയ്ക്കും. ഉത്രാടത്തു നിന്ന് ചെറിയ സദ്യയുണ്ടാക്കി അവർക്ക് പൂജ കഴിച്ച് രാവിലെ തേങ്ങയും പഴവും വെച്ച് ഉടച്ച് പൂജ കഴിക്കും. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ വെച്ച് അതിന് പൂജ കഴിക്കും. വൈകുന്നേരം ചിലപ്പോൾ പൂവടയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പായസമോ എന്തെങ്കിലും വെക്കും. എൻ്റെ മുത്തി അമ്മയുള്ള കാലത്ത്, ഞാനൊന്നും ഇപ്പം ചെയ്യാറില്ല. അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിന് ദിവസം എല്ലാ സദ്യയോട് കൂടിയിട്ടും വെച്ച് രാവിലെ ഇതുപോലെ തേങ്ങയും പഴവും വെല്ലവും വെച്ച് പൂജ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് സദ്യയോടുകൂടി അവർക്ക് ആദ്യം വിളമ്പി പൂജ കഴിച്ചതിന് ശേഷം ഞങ്ങളെ എല്ലാവരും കൂടി ഇട്ട്, എൻ്റെ അച്ഛനായുള്ള കാലത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കും. എന്നിട്ട് എല്ലാവർക്കും നാക്കലയിട്ട് സദ്യ വിളമ്പി തന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒപ്പം കഴിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛനില്ല, ഞാൻ മാവേലി വെക്കലില്ല, സദ്യ വയ്ക്കും ഒക്കെ പ്ലേറ്റിലാണ് ഉണ്ണല്. എൻ്റെ ചെറുപ്പകാലത്തെ ഓണം പറയുന്നത് എനിക്കങ്ങനെ വലിയ ഓർമ്മയില്ല. കേരളത്തില് വല്ലപ്പോഴും 1-2 തവണ വന്ന ഓണം പഠിച്ച് ഞങ്ങൾ ഗുജറാത്തിലായിരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഓണം എന്ന് പറയുന്നത് തന്നെ കർക്കിടക മാസത്തിലെ പഞ്ഞത്തരത്തിൽ നിന്നും സമൃദ്ധിയുടെ ദിവസങ്ങളിലേക്കുള്ള ഒരു മാറ്റം
അതാണല്ലോ ഓണം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് തൊട്ടടുത്ത വീട്ടിൽ നിന്നും പൂക്കൾ ശേഖരിക്കുകയും എന്നിട്ട് എല്ലാ കുഞ്ഞുമക്കളോടുകൂടി പൂക്കൾ ഇടുകയും അമ്മമാരും മുത്തശ്ശിമാരും ഭക്ഷണം സദ്യയൊക്കെ റെഡിയാക്കി ഞങ്ങളെ വിളിച്ച് ഭക്ഷണം ഇരുന്നൊക്കെയാണ് അങ്ങനെ 1-2 വർഷങ്ങളിൽ അങ്ങനെ ഓർമ്മയുണ്ട്. ഇപ്പൊ ഒരു 10 വർഷമായതേ ഉള്ളൂ ഞാൻ എല്ലാ വർഷവും കേരളത്തിൽ താമസിച്ച് ഓണം കൂടുന്നത്. അത് വളരെ സന്തോഷകരമായി തന്നെ നടന്നു പോകുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഓണം എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ പൂവലിക്കാനൊക്കെ തലേ ദിവസം പോകും. കുട്ടികളൊക്കെ കൂടെ മുട്ടൊക്കെ വലിച്ചിട്ട് വന്ന് വെള്ളത്തിലിട്ട് രാവിലെ അത് വിരിഞ്ഞ് ഞങ്ങൾ പൂക്കളം ഇടും എല്ലാവരും കൂടെ. നല്ല സന്തോഷമായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ അങ്ങനെ പൂക്കളും ഇല്ല ഒന്നുമില്ല എന്നൊക്കെ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ്. ഇന്നിപ്പോ പുരോഗമനത്തിന്റെ വക്കിലെത്തിയപ്പോൾ നമുക്ക് ഇന്നിപ്പോ എല്ലാം റെഡിമെയ്ഡ് കിട്ടാൻ തുടങ്ങി, വാങ്ങി വെക്കലായി. അതുകൊണ്ട് നമ്മൾക്കിപ്പോ വരുന്ന തലമുറയ്ക്ക് കൂടിയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഇനിയിപ്പോ പൂക്കളം തന്നെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടത്. ഓണം ഈ ആഘോഷം പ്രത്യേകിച്ച് മലയാളി എവിടെ ഉണ്ടോ അവിടെ എല്ലാം ഓണമുള്ളതാണ്. ഈ ആഘോഷത്തെ പറ്റി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പങ്കിടുന്നതാണ് ഇന്നിവിടെ നടന്നത്. നമ്മുടെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ല കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ആഘോഷങ്ങളൊക്കെ തന്നെ. വറുതിയുടെ കാലമാണ് കർക്കിടകം. ആ കർക്കിടകത്തിലെ എല്ലാ ദുരിതങ്ങളും തീർന്നു കിട്ടാൻ ഓണം വരവേൽക്കുന്നു. നമ്മൾ ചിങ്ങമാസത്തെ എത്ര ആഘോഷത്തോടെ വരവേൽക്കുന്നു. പുതുവർഷം ആയിട്ട് നമ്മൾ ചിങ്ങത്തെ കണക്കാക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തന്നാൾ തുടങ്ങി 10 ദിവസം പൂക്കളം ഇടുന്നതാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങ്, ആദ്യത്തെ ചടങ്ങ്. ഈ കർക്കിടകത്തിൽ തന്നെ കർക്കിടകം 1-ാം തീയതി അതിൻ്റെ തലേ ദിവസം, കർക്കിടകം അതിൻ്റെ തലേ ദിവസമായിട്ട് നമ്മൾ ചേട്ട കളയുക എന്നൊരു ചടങ്ങ് നടക്കും. ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ശ്രീ ഭഗവതിയെ അകത്താക്കുന്ന കുടിയിരുത്തുന്ന ഒരു ചടങ്ങാണ്. ഈ കർക്കിടകം മഴ കർക്കിടകത്തിൻ്റെ പണ്ടത്തെ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ ഏറ്റവും കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലും ഒക്കെയാണ്. പാടവും പുഴയും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഇതെല്ലാം കഴിഞ്ഞ് വേണം നമ്മൾ സ്കൂളിലേക്ക് പോകാൻ. സ്കൂളിലേക്ക് പോകണമെങ്കിൽ പുഴ കടക്കണം. ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇവിടുന്ന് 5-ാം ക്ലാസ് കഴിഞ്ഞാൽ 6ഉം 7ഉം ഒക്കെ തന്നെ കൊടുന്നിരപ്പള്ളി SNUP സ്കൂളാണ്, അല്ലെങ്കിൽ പറളി പോയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുഴ കടക്കാതെ നിർവാഹമില്ല. എങ്ങനെ പോകണമെങ്കിലും നനയും. അപ്പം പ്രകൃതിയോട് മല്ലിട്ട് കുട്ടിക്കാലം തുടങ്ങിയതിൻ്റെ അങ്ങനെയാണ് നമ്മളെ പഠിക്കുന്നത്, നമ്മളെ സജ്ജരാക്കുകയാണ്. പ്രകൃതിയോട് മല്ലിട്ട് കൊണ്ട് തന്നെയാണ് നമ്മുടെ ബാല്യകാലം നമ്മൾ പിന്നിട്ടുള്ളത്. ഈ വർഷത്തെ ഓണപരിപാടിയുടെ ഭാഗമായി നടത്തുന്ന ചെറിയ മത്സരങ്ങൾ, അതിൽ ഒന്നാമത്തേത് ബലൂൺ ഊതി വീർപ്പിക്കൽ. ആർക്കാണ് ശക്തി കൂടുതൽ എന്ന് അറിയാനുള്ളൊരു കളിയാണ്. ആദ്യമായി ബലൂണ് ഊതി പൊട്ടിക്കുന്ന ആളാണ് വിജയി. Ah!
Valeu, meu amor.